മീനിൻ്റെ ആടെന്ന് നമ്മൾ പക്ഷികളെ പ്രദർശനം കാണാൻ അന്ന് പോയത്. കുറേ പക്ഷികളുണ്ട്. പക്ഷിയെല്ലാം ഇങ്ങനെ മരം ഇങ്ങനെ കൊത്തി കളിക്കല. പക്ഷി കമ്പിയെല്ലാം ഇങ്ങനെ കൊത്തുന്നുണ്ട്. ഇത് പലതരം നിറങ്ങളുള്ളൊരു പക്ഷിയാണ്. നീലയും മഞ്ഞയും ഇങ്ങനെ മിക്സായ കളർ പോലെയാ. ഇങ്ങനെ ചപ്പിൻ്റെ ആടെ ഇങ്ങനെ ചപ്പലുണ്ട് താഴ. ഇതാ പക്ഷിയെല്ലാം ഇതാ പച്ച മഞ്ഞ അങ്ങനത്തെ കുറേ പക്ഷികളുണ്ട്. പക്ഷി ഇങ്ങനെ അവിടെ നിന്നിങ്ങനെ നമ്മളെ നോക്കി നിൽക്കലാം. നമ്മളിങ്ങനെ എന്തെല്ലാം പറയുന്നെല്ലാം ഉണ്ട്. അതിനൊന്നും കേൾക്കുന്നൊന്നും ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ ഉടുമ്പിനെയാണ് കാണുന്നത്. ഇത് പലതരം നിറങ്ങളുള്ള കോഴികളാണെന്നാ തോന്നുന്നത്. ഇതിപ്പോൾ ഒരു പലതരം കുറേ കളറുള്ള ഒരു കോഴിയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. നല്ല നല്ല കോഴിയാണ്. ഇപ്പോൾ കോഴികളിങ്ങനെ തീറ്റ തിന്നലാണ്. പിന്നെയും നമ്മൾ പക്ഷിൻ്റെ അടുക്ക് തന്നെ എത്തി. പക്ഷി ഇങ്ങനെ മരത്തിൽ ഇങ്ങനെ ഇരിക്കലാണ്. കുറേ പക്ഷികൾ ഇങ്ങനെ പറക്കുന്നതെല്ലാം കാണുന്നുണ്ട്. ഒരു കുട്ടി ഇങ്ങനെ അത് നോക്കി നിൽക്കലാണ്. ഇവിടെ ആദ്യം മുതലേ കുറേ വിധം പക്ഷികളൊക്കെ ഉണ്ട്. എൻ്റെ പേരെന്ന് നമുക്കറിയില്ല, എനിക്കറിയില്ല. നമ്മളൊരു ചങ്ങായുണ്ട്, മച്ചമ്പീസ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിൻ്റെ ആളുണ്ട്, നമ്മൾ സുഭാഷ് ആട്ടെ. ഓർക്ക് പക്ഷീൻ്റെ പേരെല്ലാം നല്ലതൊക്കെ അറിയാം. ഓർ കുറേ പിന്നെ പ്രാവിനെയും പക്ഷീനെല്ലാം പോയിട്ട് ശീലമുണ്ട്. അതുകൊണ്ട് ഓർക്ക് പേര് നല്ലതൊക്കെ അറിയാം. ഇതിപ്പം കോഴീനെ കാണുന്നത്, കോഴി എന്തോ മണ്ണിന്ന് ഇങ്ങനെ കൊത്തിപ്പറിക്കലാന്ന്. ലിജിന ആഷ്ലീൻ്റെ ഫോട്ടോ എടുക്കുമെന്ന്. ഇപ്പോൾ ലിജിന ആഷ്ലീനെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കലാന്ന്. പക്ഷേ അതിന് കണക്കായിട്ട് ലിജിനെ കളിപ്പിക്കുന്നുണ്ട് ആഷ്ലി. അങ്ങോട്ടോക്കി ഇങ്ങോട്ടോക്കി എന്നെല്ലാം പറഞ്ഞിട്ട്. പിന്നെ ആഷ്ലീൻ്റെ അടുക്ക ഫോട്ടോ നമ്മൾ ഫോട്ടോ എടുക്കാൻ കൊടുത്താൽ ഓളെ സെൽഫിയെല്ലാം എടുത്ത് കളിപ്പിക്കും. അങ്ങനെയാണെന്നുള്ള പരിപാടി. ഇപ്പം നമ്മൾ നേരെ പോയത് ഇങ്ങനെ സാധനം വിൽക്കുന്നിടയ്ക്കാണ്. നമ്മളിപ്പോൾ കാണുന്ന തെലങ്കാന ആക്കുന്നതെല്ലാം. ഇപ്പം ഞാൻ ഇങ്ങനെ തെലങ്കാനയെല്ലാം ഇങ്ങനെ കണ്ട് രസിക്കലാണ്. എന്നിട്ട് ഇങ്ങനെ എന്തല്ലോ പാത്രം കഴുകുന്ന എന്തെല്ലോ ആക്കുന്നത്, കുപ്പി അങ്ങനെ എന്തെല്ലോ കാണുന്നുണ്ട്. കോപ്പിയല്ലോ അനക്ക് ഇത് വേണമെന്ന് പറഞ്ഞിന്. എന്നിട്ടോ അമ്മ മേടിച്ചു തന്നിട്ടില്ല. ഇതും അപ്പാക്കുന്നതാണ്, അതും അനക്ക് മേടിച്ചു തന്നിട്ടില്ല. ഇവിടെ ചിത്രപ്പണിയുള്ള തുണികൾ കാണുന്നുണ്ട്. ഇത് വ്യായാമത്തിൻ്റെ സാധനങ്ങളാണ്. ഇത് ജിമ്മിൻ്റെ സാധനമാണ്. ഞാൻ നടന്ന് ക്ഷീണിച്ചിട്ട് കുറച്ച് സമയം ആടി ഇരിക്കലാണ്. ഇത് പുസ്തകമെല്ലാം വിൽക്കുന്ന പീടിയാണ്. പലതരം ഇങ്ങനെ കളറടിക്കുന്ന ബുക്കും വായിക്കുന്ന ബുക്കെല്ലാം ഉണ്ട്.
ഇത് പച്ചക്കറിയെല്ലാം മുറിക്കുന്ന സാധനമാണ്. നമ്മൾ ഇതിന്ന് പച്ചക്കറി ഈ സാധനമാണ് നമ്മൾ മേടിച്ചത്. 200 ഉറുപ്പ്യക്കാണ് മേടിച്ചത് നമ്മൾ. ഇത് പച്ചക്കറി ഇട്ടിട്ട് പൂട്ടിയിട്ട് അതിങ്ങനെ വലിച്ചാൽ കഷ്ണമായിട്ട് ഇങ്ങനെ വരുമോ. ഇവരിങ്ങനെ കുറേ സാധനങ്ങൾ അതേപോലെ ആക്കീന്. ഞാനിങ്ങനെ വലിച്ചു നോക്കുന്നുണ്ട്. ഒരു സാധനം എന്തോ സാധനം അതിലിട്ടിട്ട് ഞാൻ വലിച്ചു നോക്കീന്. നമ്മൾ ആടുന്ന് മാലാവള അങ്ങനത്തെ സാധനങ്ങൾ വിൽക്കുന്നിടയ്ക്കാണ് പോയിന്. കുറേ ക്ലിപ്പുകളെല്ലാം കാണുന്നുണ്ട്. കുറേ ഹെയർ ബാൻഡ്. ഒരേട്ടൻ എൻ്റെ തലയിൽ ഹെയർ ബാൻഡ് വേണിച്ചിട്ട് ഇട്ട് എന്നിട്ടാണ് ഞാൻ അത് വേണിച്ച്. എനിക്ക് കുറേ സാധനം ഞാൻ പറയുന്ന കുറച്ച് സാധനങ്ങൾ അമ്മയുടെ വേണിച്ചേരട്ടെന്ന് വെച്ചിട്ട് അമ്മ വേണിച്ചു തന്നിട്ടില്ല. നമ്മൾ കുറച്ച് മാല, വള, ഹെയർ ബാൻഡ്, കൺമഷി അങ്ങനെ എന്തെല്ലോ സാധനമെല്ലാം മേടിച്ചിന്. അതിൻ്റെ ഇപ്പുറം തന്നെ രാജസ്ഥാൻ മോഡൽ ചെരുപ്പ് വെക്കുന്ന സ്റ്റാളുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറം നൈറ്റി, ടോപ്പ്, ചുരിദാറിൽ വെക്കുന്ന കടയുണ്ട്. 100 രൂപയ്ക്ക് ലെഗിൻസിൻ്റെ പാൻറ്റെല്ലാം ഉണ്ട്. അതിൻ്റെ ഇപ്പുറം തന്നെ നല്ല പൊട്ട് തൂക്കിയിട്ടാണ്, നല്ല രസമുണ്ട് ഇങ്ങനെ തൂക്കിയിട്ടിട്ടാണ്. അതിൻ്റെ കച്ചവടക്കാരി താഴെ നിൽക്കുന്നത്. അങ്ങനെ ഇവിടെ വിവിധ ഇനം പച്ചക്കറി വിത്ത് വിൽക്കുന്ന സ്റ്റാളുണ്ട്. ഇത് ഏറ്റവും കൗതുകം നിറഞ്ഞൊരു കാഴ്ച എന്ന് വെച്ചാൽ ചെറിയ മുരിങ്ങാത്തൈൻ്റെ മേലെ മുരിങ്ങാക്കായ് വിരിഞ്ഞിട്ട് കാണുന്നുണ്ട്. ഇത് കുന്തിരിക്കം പുകക്കുന്ന സാധനമാണ്. ഞാൻ അതിനെ കൊണ്ട് ഇങ്ങനെ കളിക്കലാണ്. ഇപ്പൊ 3D ചിത്രമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ അത് അങ്ങോട്ട് നോക്കും, നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇത് ഇങ്ങോട്ട് നോക്കും. കുറേ ചിത്രമുണ്ട് അങ്ങനത്തെ. ഇതൊരു കളിക്കുന്ന സാധനമാണ്. ഞെക്കിയിട്ടാവുന്നില്ല. ഒരേട്ടൻ കാർപ്പറ്റിൻ്റെ അവിടെ ആണിയടിക്കലാണ്. നമ്മളിപ്പോൾ മുളക് ബജി തിന്നാൻ അങ്ങോട്ട് പോയതാണ്. അമ്മ എന്നെ വെറുതെ കളിപ്പിച്ച് മുളക് ബജി മേടിക്കാന്ന് പറഞ്ഞതാ. എന്നിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ അമ്മയത് മേടിച്ചാന്ന് പറഞ്ഞു. ഒരേട്ടൻ മുളക് ബജി ആക്കലാണ്. നമ്മൾ കോളിഫ്ലവർ വച്ചിട്ട് തിന്നലാണ്. എനിക്ക് റൈഡ് കയറണമെന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് എടുത്ത്. ടിക്കറ്റ് 100 ഉറുപ്പ്യാണ്. ആ അച്ചാച്ചൻ എന്നെ കയറ്റിയിട്ട് ഞാനിങ്ങനെ കയറില്ലാന്ന്. എൻ്റെ ബാക്കിലൊരു ചെറിയൊരു കുട്ടി ഇങ്ങനെ വരുന്നുണ്ട്. ഞാനിങ്ങനെ വരാൻ പോലാന്ന്. ഞാൻ വരുമ്പോൾ നല്ല സുഖമുണ്ട്. ഇങ്ങനെ അമ്മ ഐസ്ക്രീം വാങ്ങി. എനക്ക് തണുപ്പായത് കൊണ്ട് തിന്നാനാവൂല. ഞാൻ തിന്നൂലെന്ന് വിചാരിച്ചിട്ട് അച്ഛനും തിന്നിട്ടില്ല. എനക്ക് കുറച്ച് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് തിന്ന്. ആടെ വേറെ ഒരുപാട് റൈഡ് ഉണ്ടേനു. അതിലൊന്നും നമ്മൾ കയറിയിട്ടില്ല. ഈ റൈഡ് കയറുമ്പോൾ ഒരേച്ചി കരഞ്ഞ് ബഹളം വെച്ചിന്.
മസാല ഇട്ട ചോളം ഞാൻ മേടിച്ചിന്. അവരിങ്ങനെ ഇതെല്ലാം മസാലകളെല്ലാം കൂട്ടിയിട്ട് ആക്കലാണ്. എന്നിട്ട് ഈ ക്ലാസ്സിൽ അമ്മക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഒരു സ്പൂണിൽ തരും. ഞാനിങ്ങനെ തിന്നല, നല്ല ടേസ്റ്റ് ഉണ്ട്. അമ്മ ഇങ്ങനെ വെറിയോടെ നോക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ വരുമ്പോൾ അത്രക്കും വണ്ടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ കുറേ വണ്ടികളുണ്ട്. നമ്മൾ റോഡുമ്മിലെത്തി. കുറേ കമ്മലുകൾ വിൽക്കുന്നുണ്ട്. അമ്മ കുറേ കമ്മൽ നോക്കിയിട്ട് ഒന്ന് മേടിച്ച് എന്നിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി.